ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കൽ വർക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു മിക്സർ ഗ്രൈൻഡറാണ്. അപ്പോൾ ഈ മിക്സർ ഗ്രൈൻഡറിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടെത്തി നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആദ്യം ഇത് പ്ലഗ് ഇൻ ചെയ്തൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഈ മിക്സർ ഗ്രൈൻഡർ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ സ്വിച്ച് അമർത്തിയിട്ട് നമ്മുടെ മിക്സി ഓൺ ആവുന്നില്ല. അമർത്തിയിട്ടുണ്ട് ഞാൻ, കണ്ടോ, നമ്മുടെ മിക്സി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കില്ല സാധാരണ. അപ്പോൾ നമുക്ക് നോക്കാം, സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ അതോ ഇനി അതിൻ്റെ ഉള്ളിൽ ഓവർലോഡാണോ മറ്റെന്ത് കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് ഇനി എന്തായാലും അഴിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് ഞാനിതിൻ്റെ 3 പിൻ ടോപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ 3 പിൻ ടോപ്പ്. ഇതിൽ എഴുതിയിരിക്കുന്ന കാണാം ഫിറ്റഡ് വിത്ത് 3 ആംപിയറിൻ്റെ ഫ്യൂസ്. അതായത് ഒരു 3 ആംപിയറിൻ്റെ ഫ്യൂസ് ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ളൊരു 3 പിൻ ടോപ്പാണ്. അപ്പോൾ ഈ 3 പിൻ ടോപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ഫോറിൻ സാധനമാണ്. അപ്പോൾ ഇതൊരു ഹോങ്കോങ്ങിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ 2 മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. അപ്പോൾ രണ്ടും കംപ്ലൈൻ്റ് ആയി. ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ ഇതും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ 3 സ്ക്രൂകളാണ് ഉള്ളത്. അപ്പോൾ ആ 3 സ്ക്രൂകളും ഒന്ന് അഴിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ ആർമേച്ചറൊക്കെ കാണാം, വളരെ ചെറിയ ആർമേച്ചറാണ്. സാധാരണ മിക്സർ ഗ്രൈൻഡറിൽ വരുന്നതിൽ ചെറിയ ഒരു ആർമേച്ചറാണ്. കാരണം 350 വാട്ടിൻ്റെ മോട്ടറാണ്. പക്ഷെ വളരെ സ്മൂത്ത് വർക്കിംഗ് ഉള്ളൊരു മിക്സർ ഗ്രൈൻഡർ ഇത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓവർലോഡ്. ഈ കാണുന്ന മഞ്ഞ സാധനമാണ് അതിൻ്റെ ഓവർലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ സ്വിച്ച് നോക്കാം. അതായിരിക്കും നല്ലത്. സ്വിച്ച് നോക്കിയിട്ട് അതാണ് കംപ്ലൈൻറ്റ്. അതിന് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഓവർലോഡിലേക്ക് വരാം. ഈ ഓവർലോഡിന് നിസ്സാര പൈസ നമുക്ക് മാർക്കറ്റിൽ വരുന്നുള്ളൂ. ഒരു 35 രൂപ, 40 രൂപ, 50 രൂപയ്ക്ക് താഴെ നമുക്ക് എന്തായാലും ഈ ഓവർലോഡൊക്കെ ലഭിക്കും. മിക്സർ ഗ്രൈൻഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജ്യൂസി അടിക്കാൻ മാത്രമായിട്ടുള്ളൊരു മിക്സർ ഗ്രൈൻഡറാണ്. നമുക്ക് അരയ്ക്കാൻ അതിൻ്റെ കൂടെ ആകെ ഒരു ജാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ജ്യൂസിന് മാത്രമായിട്ടുള്ളൊരു മിക്സർ ഗ്രൈൻഡറാണിത്. അതാണ് ഈ മിക്സർ ഗ്രൈൻഡറിൻ്റെ പ്രത്യേകത. പിന്നെ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് അയച്ചെടുക്കാം. ഞാനിത് സ്വിച്ച് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇതൊരു സ്പ്രിംഗ് ലോഡ് മെക്കാനിസമാണ്. ജാർ വയ്ക്കുന്ന സമയത്ത് ഇത് താഴുകയും അങ്ങനെ ഇതിൻ്റെ സർക്യൂട്ട് ക്ലോസ് ആവുകയും അങ്ങനെയാണ് ഇതിലേക്കുള്ള കറണ്ട് പാസ് ചെയ്ത് ഈ മിക്സി വർക്ക് ചെയ്യുന്നതും. നമ്മുടെ സാധാ ഒരു സ്വിച്ചിൻ്റെ പോലത്തെ ഒരു വർക്കിംഗ് ആണ്. ഇതിൻ്റെ മെക്കാനിസത്തിൽ മാത്രം വ്യത്യാസമുള്ളൂ. ഇനി ഒരു സംശയമുള്ളത്, ഈ സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആവുമോ എന്ന് മാത്രം ഒരു സംശയമുള്ളൂ. മിക്കവാറും ഈ സ്വിച്ച് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു കറുത്ത ഒരു ഭാഗം കാണുന്നുണ്ടോ, അതാണ് ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. കണ്ടോ, അത് അമരുമ്പോഴാണ് ഇതിൻ്റെ സർക്യൂട്ട് ക്ലോസ് ആയിട്ട് ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ ഈ സ്വിച്ചിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്തായാലും ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിന്യൂറ്റി അടിച്ച് നോക്കാം. ഞാനിപ്പോൾ സ്പ്രിംഗ് ലോഡ് ചെയ്തിട്ടുള്ള ആ സ്വിച്ച് അമർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി കാട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്നാണ്. നമുക്ക് ഒന്നുകൂടിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടിന്യൂറ്റി കാട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് ഇനി സ്വിച്ച് ഒഴിവാക്കിയിട്ട് നേരിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്തിരിക്കാൻ സ്വിച്ച് മാത്രമായിരിക്കില്ല കംപ്ലൈൻറ്റ്, അതിൻ്റെ ഓവർലോഡിനും കംപ്ലൈൻറ്റ് വരാം. ഇപ്പോൾ നമ്മൾ സ്വിച്ചാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഓവർലോഡ് കൂടി ചെക്ക് ചെയ്യാം. നമുക്ക് സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ആ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ കണ്ട സ്വിച്ച്.
ഓവർലോഡാണ് കംപ്ലൈൻ്റ് എങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓവർലോഡിൻ്റെ വയറുകൾ തമ്മിൽ നേരെ ഷോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓവർലോഡിൻ്റെ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്, നേരത്തെ വർക്ക് ചെയ്യുന്നതിനാണ് അർത്ഥം. അപ്പോൾ ഈ സ്വിച്ചിൽ നിന്ന് വയർ ഡീകണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പാട് കിട്ടു. നമ്മൾ സ്ലീവ് അഴിച്ച് കളഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് സാധാ ക്ലിപ്പ് ഇട്ട് വെച്ചിരിക്കുകയായിക്കോളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ സോൾഡർ ചെയ്തിട്ട് കാരണം നമ്മൾ ആദ്യം അഴിച്ചെടുക്കാൻ കുറേ പാട് വെച്ച് നമ്മൾ വലിച്ചൊക്കെ നോക്കി. പക്ഷേ സ്ലീവ് അഴിച്ചതിന് ശേഷമാണ് മനസ്സിലായത് അത് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വയറുകൾ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മിക്സി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വിച്ചിൻ്റെ മാത്രം കംപ്ലൈൻ്റ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവാം. പക്ഷേ ഇത് ഷോർട്ട് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഇതൊന്ന് സോൾഡർ ചെയ്ത് തന്നെ കൊടുക്കാം. ഇനി നമ്മൾ ഈ ഷോർട്ട് ചെയ്ത വയറുകൾ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്, കാരണം ഇത് കംപ്ലൈൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഇനിയും അഴിക്കേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ ചെയ്തെടുത്ത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ബേസ് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലോസ് ചെയ്യാതെ ആരും ടെസ്റ്റ് ചെയ്യരുത്. ഇനി എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ കാണാം നമുക്ക് മിക്സി നല്ലോണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നോബിന് ചെറിയൊരു ലൂസ് കണക്ഷൻ ഉണ്ടെന്നുള്ളൂ. നമ്മുടെ മിക്സി ഗ്രൈൻഡർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് നമ്മൾ ഇപ്പോൾ ഉറപ്പിച്ചു. അപ്പോൾ മറ്റൊരു കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ ആയിരുന്നു. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഈ മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് മാറ്റിക്കളഞ്ഞ് നേരെ വയറുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഓവർലോഡായിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞാൻ അവിടെ കാണാം, അതായിരുന്നു സ്വിച്ച് ഇടുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ആ സ്വിച്ച് ഒഴിവാക്കി. പക്ഷേ നമ്മൾ ആ സ്വിച്ചിൻ്റെ മെക്കാനിസം നമ്മൾ അവിടെ തിരിച്ച് കണക്ട് ചെയ്യും. സ്വിച്ച് കണക്ട് ചെയ്യില്ല, പക്ഷേ ആ സ്വിച്ചിൻ്റെ മെക്കാനിസം നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യും. കാരണം അവിടെ ഒഴിവായി കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും മെക്കാനിസം കണക്ട് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ ബെല്ലൈക്കണും ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും. അതുവരെയ്ക്കും ബൈ.